العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗേണ ജീവിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ലോകത്ത് നിന്ന് വിട ചൊല്ലുവാനും അവന്റെ ഇഷ്ടദാസന്മാർ ഒത്തുചേരുന്ന സ്വർഗത്തിലെ ഉന്നതമായ ഫിർദൗസിൽ നമ്മളേറെ സ്നേഹിക്കുന്ന പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കൂടെ കുടുംബസമേതം ഒത്തൊരുമിച്ച് പ്രവേശിച്ച് സന്തോഷിക്കുവാൻ അതിമഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ മാസം അതിന്റെ 22ാമത്തെ നോമ്പിന്റെ പകുതിയിലാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ എത്തി നിൽക്കുന്നത്. റമദാനിന്റെ ക്ലാസുകൾ ഒരുപക്ഷെ അഹ്ലൻ റമദാനിന് സ്വാഗതം ഓതിക്കൊണ്ടുള്ള ക്ലാസ് കേട്ട് മറക്കുന്നതിന് മുമ്പ് തന്നെ റമദാനിനെ വിട ചൊല്ലുന്നതല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ റമദാനിനെ കുറിച്ച് ശ്രദ്ധേയമായി ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അയ്യാമൻ മഅദൂദ, എണ്ണിക്കണക്കാവുന്ന ചില ദിവസങ്ങൾ, കുറച്ചു ദിവസങ്ങൾ എന്നാണ്. റമദാൻ വളരെ ചുരുക്കമാണ്, അത് വളരെ വേഗത്തിൽ നമ്മളിൽ നിന്ന് വിട പറയും എന്ന ഒരു സൂചനയാണ് ആ ആയത്തിലൂടെ അള്ളാഹു നൽകിയത് എന്ന് പണ്ഡിതന്മാർ എടുത്തു പറയുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, 22ാമത്തെ നോമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ദിവസങ്ങളായി നമ്മൾ ചെയ്ത നോമ്പും തറാവീഹുകളും നമ്മുടെ സ്വതക്കകളും മറ്റു നന്മകളുമെല്ലാം അതിന്റെ അപാകതകളെല്ലാം പരിഹരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ അവരുടെ സമൂഹത്തോട്, നമ്മളോട് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക് നമുക്ക് വായിക്കാൻ കഴിയും. ഹിമ്മത്തുൽ ആഖിലി ഫിൻ നജാത്ത് വഹിമ്മത്തുൽ ജാഹിലി ഫിൽ ലഹ്വി വത്തർദ്. ബുദ്ധിയുള്ള ആളുകൾ അവരെപ്പോഴും ചിന്തിക്കുക, അവരെപ്പോഴും ശ്രദ്ധിക്കുക പരലോകത്തെ രക്ഷയെ കുറിച്ചായിരിക്കും. നാളെ പരലോകത്ത് എങ്ങനെയാണ് രക്ഷപ്പെടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്താണ് വഴിയുള്ളത്, ഇതിനെക്കുറിച്ചായിരിക്കും ബുദ്ധിയുള്ളവർ എപ്പോഴും ആലോചിക്കുക എന്നാണ്. എന്നാൽ വിഡ്ഢികളായ ആളുകൾ അവർ സദാ ഭൗതികമായ ആസ്വാദനങ്ങളിലും ഭൗതികമായ വിനോദങ്ങളിലും അവരുടെ സമയത്തെ ചെലവഴിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ ബുദ്ധിയുള്ളവരാവണം. നമ്മൾ നമ്മുടെ പരലോക രക്ഷയെക്കുറിച്ച് സദാ ചിന്തിച്ചു കൊണ്ടിരിക്കണം. പരലോകവും ഇഹലോകവും തമ്മിലുള്ള അന്തരത്തെ കുറിച്ചൊരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്ക് ഒരു കണ്ണടക്കുന്ന സമയം എന്ന് മാത്രമാണ്.
ഒരു കണ്ണു ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് മാറ്റപ്പെടും. ഇന്നലെ ഇതുപോലെ ഒരു ക്ലാസ്സിന് വേണ്ടി പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു ഓട്ടോ ആക്സിഡന്റ് ആയി അതിന്റെ മുൻഭാഗം മുഴുവൻ തകർന്നു കിടക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി വാട്സപ്പ് തുറന്നു നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മായിയുടെ എളാപ്പയാണ് ആ ആക്സിഡന്റിൽ മരണപ്പെട്ടത് എന്ന് മനസ്സിലായി. ഡയാലിസിസ് രോഗിയായ ഒരു സഹോദരിയെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു ജീപ്പുമായി കൂട്ടിയിടിച്ച് അവിടെ വെച്ച് തന്നെ ആ സഹോദരൻ മരണപ്പെടുകയാണ്. ഒരിക്കലും ഇന്നലെ ആ സുഹൃത്ത് തന്റെ പരലോകത്തെ കുറിച്ച് ഞാൻ ഇന്ന് പരലോകത്തേക്ക് പോകും എന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്തേക്ക് ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയമേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ലോകത്ത് നമുക്ക് രക്ഷ നേടാൻ കഴിയണം. അതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ചരിത്രത്തിൽ ഒരു സംഭവം മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ബദർ ഹഫിദുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഒരു ആമുഖത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അരികിലൂടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നുപോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് സലാം ചൊല്ലി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം മടക്കിയില്ല. വീണ്ടും സലാം ചൊല്ലി, അപ്പോഴും സലാം മടക്കുന്നില്ല. 3 തവണ സലാം ചൊല്ലി. 3 തവണയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ഞാൻ 3 തവണ അബൂബക്കറെ ഉസ്മാനിനോട് സലാം പറഞ്ഞു, പക്ഷേ അദ്ദേഹം എനിക്ക് സലാം മടക്കിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം മടക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഉസ്മാൻ, ഉമറും നീയും തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉമർ 3 തവണ സലാം പറഞ്ഞിട്ടും നീ അതിന് മറുപടി കൊടുക്കാഞ്ഞത്? അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ എന്നോട് സലാം പറഞ്ഞതും ഉമർ എന്റെ അടുത്തു കൂടെ നടന്നു പോയതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അബൂബക്കർ ചോദിച്ചു, നീ എന്തിനെ കുറിച്ചാണ് ആലോചിച്ചിരുന്നത്? ഞാനൊരു ചിന്തയിലായിരുന്നു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു കാര്യത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും വർത്താനം പറഞ്ഞാലോ നമ്മുടെ മുമ്പിലൂടെ എന്തെങ്കിലും സംഭവിച്ചാലോ നമ്മൾ ആരും അറിയില്ലേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആഴത്തിൽ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉസ്മാൻ നീ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയി. റസൂലിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടായിരുന്നു, ആ ചോദ്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്നാണ്. അതിന്റെ ദുഃഖത്തിലാണ്, അതിനെക്കുറിച്ച് ആലോചിക്കാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉസ്മാൻ എന്ത് ചോദ്യമാണ് നീ റസൂലിനോട് ചോദിക്കാൻ വിട്ടുപോയത്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ നജാത്ത്, രക്ഷയെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിട്ടുപോയത് എന്നാണ്. എങ്ങനെ രക്ഷപ്പെടാം, ഇഹലോകത്ത് നിന്ന് നാളെ പരലോകത്തെ നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നതിനെ കുറിച്ച്, രക്ഷാമാർഗം എന്താണ് എന്നതിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിട്ടുപോയത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാൻ സങ്കടപ്പെടണ്ട, ആ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞത് നമ്മുടെ മുൻഗാമികൾക്ക്, സഹാബത്തിന് അവരുടെയൊക്കെ മനസ്സിൽ എന്നും ഉള്ള ചിന്ത എങ്ങനെയാണ് പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കും ആ ഒരു ചിന്ത നമ്മളെ അലട്ടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെ രക്ഷപ്പെടാം, നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, കാരണം അതാണ് ഏറ്റവും വലിയ വിജയം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, വമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണോ
നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിജയത്തെ, ആ നരകത്തിൽ നിന്നുള്ള രക്ഷയെ നമ്മൾ നേടണം. അതിനുള്ള മാർഗം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ 10ഓളം കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. പരലോകത്ത് രക്ഷപ്പെടാനുള്ള പരമപ്രധാനമായ 10 കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അതിൽ ഒന്നാമത്തത് തൗഹീദ് തന്നെയാണ്. തൗഹീദും ഇഖ്ലാസും. ഇതില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും രക്ഷ കിട്ടൂല. ഇതുണ്ടെങ്കിലേ രക്ഷയുണ്ടാവുകയുള്ളൂ. കാരണം തൗഹീദ് ഇല്ലാത്ത ആളുടെ സ്ഥിരതാമസത്തിനുള്ള ഗേഹം നരകമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിൽ പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അവന് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം ഹറാമാണ്. വമഅവാഹു നാർ, നരകം അവന്റെ സങ്കേതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് തൗഹീദ് നമ്മുടെ മനസ്സിൽ ഉറക്കേണ്ടതുണ്ട്. ആദർശം ഇല്ലാത്ത ഒരാൾക്കും സ്വർഗം അല്ലാഹു കൊടുക്കില്ല, പരലോകത്ത് രക്ഷ കിട്ടില്ല. ഇത് നമുക്ക് ബോധ്യമുള്ള വിഷയമാണ്. പക്ഷെ എങ്കിലും നമ്മൾ പേടിക്കണം. നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ തൗഹീദിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാനായ സുഫിയാൻ അസ്സൗരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ച ഒരു സംഭവം, അദ്ദേഹം ഒരു യാത്രയിൽ പൊട്ടിക്കരയുകയാണ്, വളരെ ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൂടെയുള്ള ആൾ ചോദിക്കുന്നുണ്ട്, സുഫിയാൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ കുറെ തെറ്റുകൾ ചെയ്തിട്ടാണോ? ആ തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ നിങ്ങൾ കരയുന്നത്? അപ്പൊ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ അറാക്കിന്റെ കൊള്ളെടുത്ത് താഴത്തേക്ക് വെച്ചത്. ഒരു അറാക്കിന്റെ കൊള്ളെടുത്ത് താഴത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ദുനൂബി അഹ്വനു മിൻ ഹാദാ, എന്റെ തെറ്റുകൾ ഇതിനേക്കാൾ നിസാരമാണ്, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ കരയുന്നത്? വലാകിന്നി അഖ്ശാ അൻ അസ്ലിബ തൗഹീദ മിന്നി, എന്റെ തൗഹീദ് നഷ്ടപ്പെട്ടു പോകോ എന്ന പേടിയാണ്. സഹോദരങ്ങളെ, നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു മനസ്സ്, അതല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നത് തന്നെയാണ്. കാരണം ഒരുപാട് ആളുകളെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ ലൈവായി തന്നെ പലരെയും നമ്മൾ കാണുന്നുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന മാതൃകയായ ഒരു സഹോദരൻ ഇന്ന് ആ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി പോലും ഒഴിവാക്കി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനത്തിൽ തൂലികയേന്തുന്ന ഒരു സുഹൃത്താണ്. ഇങ്ങനെ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കുന്ന, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? ഇന്ന് അദ്ദേഹം എത്തിയിട്ടുള്ളത് നിരീശ്വരവാദത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട പ്രാർത്ഥന, റബ്ബേ, ഈ തൗഹീദിൽ, ഈ ആദർശത്തിൽ എന്നെ മരിക്കുവോളം നിലനിർത്തണേ എന്നാണ്. കാരണം അതാണ് രക്ഷ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, മന്നജാത്ത്, റസൂലെ എങ്ങനെയാണ് രക്ഷപ്പെടുക? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് റസൂൽ കൊടുത്ത മറുപടി ഇതാണ്, മൻ ഖബില മിന്നി കലിമതൻ ലതി അറദ്തു അലാ അമ്മി ഫറദ്ദഹാ അലയ്യ ഫഹിയ ലഹു നജാത്ത്. എന്റെ അടുക്കൽ നിന്ന് ആരാണോ എന്റെ മൂത്താപ്പായുടെ മുമ്പിൽ ഞാൻ കാണിച്ചു കൊടുത്ത വാക്ക്, ആ വാക്ക് എന്റെ മൂത്താപ്പ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അബൂ താലിബ് സ്വീകരിച്ചില്ല. ആ വാക്കിനെ ആരാണോ സ്വീകരിക്കുന്നത്, ഫഹിയ ലഹു നജാത്ത്, അതവന് രക്ഷയായി. ലാ ഇലാഹ ഇല്ലല്ലയാണ് സഹോദരങ്ങളെ നമുക്ക് രക്ഷ നൽകുന്ന ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിൽ ഒരു കളങ്കം ഉണ്ടാവാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഇഖ്ലാസാണ്. അതിലൊരിക്കലും ഒരർത്ഥത്തിലുമുള്ള കലർപ്പുകൾ കൂടിച്ചേരാൻ പാടുകയില്ല. പ്രിയമുള്ളവരെ, നാളെ നരകത്തിലേക്ക് ആദ്യം കൊണ്ടുപോയിടുന്നത് 3 ആളുകളെയാണ്. നമുക്കറിയാം, ഒന്ന് യുദ്ധത്തിൽ മരണപ്പെട്ട ഷഹീദ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിൽ അറിവുള്ള വ്യക്തിയാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നേന ദാനധർമ്മം ചെയ്ത വ്യക്തിയാണ്.
എന്റെ ഈ മൂന്ന് പേരും ആദ്യം നരകത്തിൽ പോകാൻ കാരണം മൂന്ന് പേരുടെയും ഇബാദത്തിൽ ലോകമാന്യത കടന്നുകൂടി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ യുദ്ധത്തിൽ ഷഹീദായത് നിന്നെ കുറിച്ച് ആളുകൾ ധീരനാണ് എന്ന് പറയാനാണ്, നല്ല യോദ്ധാവാണ്, നല്ല പടയാളിയാണ് എന്ന് പറയാനാണ്. ഇത് പറയപ്പെട്ടിട്ടുണ്ട്, ഇവിടെ നരകമല്ലാതെ ഒന്നുമില്ല. നീ ധാരാളമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് നിന്നെ കുറിച്ച് ആളുകൾ ധർമ്മിഷ്ഠനാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അകമഴിഞ്ഞ് കൊടുക്കുന്നവനാണ് എന്ന് പറയപ്പെടാനാണ്. ആളുകൾ എന്നെ കുറിച്ച് അതിന്റെ അഭിപ്രായം നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് നാട്ടുകാരുടെ മുമ്പില് നിനക്കത് പേരുണ്ട്. ഇവിടെ ഒന്നുമില്ല. നിന്റെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വളരെ മനോഹരമാണ്, നീ വലിയ പണ്ഡിതനാണ് എന്നറിയപ്പെടാനാണ് നീ വിശുദ്ധ ഖുർആൻ പഠിച്ചത്. അതുകൊണ്ട് അത് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇവിടെയൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകം കിട്ടുന്നതിൽ അതല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോവുക, തൗഹീദ് നഷ്ടപ്പെട്ടു പോവുക എന്നതാണ്. അതുകൊണ്ട് തൗഹീദിനെ നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് പണ്ഡിതന്മാര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുക എന്നതാണ് രക്ഷാമാർഗം. മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്ക്, അസ്സുന്നത്തു സഫീനത്തു നൂഹ്. റസൂലിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ കപ്പലാണ്. മൻ റകിബഹാ നജാ വമൻ തഖല്ലഫ അൻഹാ ഗറിക. ആരാണോ ആ കപ്പലിൽ കയറുന്നത് അവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവൻ മുങ്ങി താഴ്ന്ന് മരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് രക്ഷ വേണമെങ്കിൽ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ മാതൃകയെ മുറുകെ പിടിച്ച് ജീവിക്കുക. മറ്റു മാതൃകകളെക്കാൾ വലുത് നമുക്ക് റസൂലിന്റെ ഹദിയാണ്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, അല്ലെ? ഏറ്റവും നല്ല ഹദിയെ റസൂലിന്റെ ഹദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അതുകൊണ്ട് റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിൻപറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക. മൂന്നാമത്തത് സുഹൃത്തുക്കളെ, തഖ്വയുണ്ടാവുക എന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുക്കൽ അവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ കരഞ്ഞുപോയി എന്നാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ദക്കർതു ആയ, ഞാൻ ഖുർആനിൽ ഒരു ആയത്ത് ഓർത്തുപോയി. ആ ഖുർആനിൽ ഒരു ആയത്ത് ഓർത്തപ്പോഴാണ് എനിക്ക് കണ്ണീര് വന്നത്. ഏതാണ് ആയത്ത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. എല്ലാവരെയും അല്ലാഹു നരകത്തിന്റെ അരികിൽ കൊണ്ടുവരും. അത് അല്ലാഹുവിന്റെ സുനിശ്ചിതമായ ഒരു തീരുമാനമാണ്. അതിലൊരു ലംഘനം ഉണ്ടാവില്ല. എല്ലാ ആളുകളും നരകത്തിന്റെ അടുത്തെത്തും, അല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും അല്ല രക്ഷപ്പെടുത്തുന്ന അല്ല പറഞ്ഞിട്ടില്ല. അതാണ് ഈ സ്വഹാബിയെ കരയിച്ചത് എന്നാണ്. നമ്മൾ ആലോചിച്ചു, നരകത്തിന്റെ വക്കിൽ എല്ലാവരും വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു നമ്മൾ അവിടെ എത്തുമെന്ന്. പക്ഷെ അള്ളാഹു നമ്മളോട് പറഞ്ഞില്ല നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമെന്ന്. പിന്നെ ആരാ രക്ഷപ്പെടുക? തഖ്വയുള്ള ആളുകളാണ് രക്ഷപ്പെടുക. നരകത്തിന്റെ അവിടെ നിന്ന് അന്നങ്ങോട്ട് രക്ഷപ്പെടുത്താൻ മാറ്റി നിർത്ത ആരെയാണ്? തഖ്വയുള്ളവരെയാണ്. സഹോദരങ്ങളെ, തഖ്വയാണ് എല്ലാത്തിന്റെയും രക്ഷക്കുള്ള ആധാരം. അതുകൊണ്ടാണ് തഖ്വക്ക് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. തഖ്വക്ക് വേണ്ടിയാണ് നമ്മുടെ ഇബാദത്ത്. ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. 22ാമത്തെ നോമ്പിൽ നമ്മൾ നിൽക്കുമ്പോ പ്രിയമുള്ളവരെ, ഇത്രയും നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചത് എന്തിനാ? കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാവാനാണ്.
22-ാമത്തെ നോമ്പ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ തഖ്വയിൽ എത്ര അതിന്റെ സ്കെയിൽ ഉയർന്നിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കി. ഡോക്ടർ 2 ആഴ്ച ഓടാൻ പറഞ്ഞു, 2 ആഴ്ച ഓടി അല്ലെ. ആ ഓടി നമ്മൾ ഒരു ഓരോ ദിവസം ഓട്ടം കഴിഞ്ഞ് നമ്മൾ ആ വെയിറ്റ് മെഷീന്റെ മേലെ കയറി നിന്നിട്ട് കിലോ കുറഞ്ഞിട്ടുണ്ടോ നോക്കും, ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടോ നോക്കും. 22 ദിവസമായി നമ്മൾ ഓടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തഖ്വയിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ സ്കെയിൽ ഉയർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. അതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം തഖ്വ ഉണ്ടാവുക എന്നത് തന്നെയാണ്. ജീവിതത്തിന്റെ എല്ലാ ഖൈറും ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഇഹപര ജീവിതത്തിന്റെ എല്ലാ ഖൈറും തഖ്വയിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ഉള്ള ആളുകൾക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സ്വർഗം അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത് ആർക്കാണ്? തഖ്വയുള്ളവർക്കാണ്. ഇനി നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവർ ആരെയാണ്? സുമ്മനുനജില്ലദീന തഖവ. തഖ്വയുള്ളവരെയാണ്. തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റിസ്ക് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഒന്നാണല്ലോ, അവന്റെ ഉപജീവനം. അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? തഖ്വയുള്ളവർക്കാണ്. വമൻ യത്തഖില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു തുറവി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, കണക്കില്ലാത്ത രൂപത്തിൽ അല്ലാഹു റിസ്ക് കൊടുക്കും. സഹോദരങ്ങളെ, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും എല്ലാ ഖൈറും തഖ്വയിലാണ്. അതുകൊണ്ട് തഖ്വ നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരേ മാർഗം അത് തഖ്വയാണ്. എന്താണ് തഖ്വ? പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് തഖ്വയെ കുറിച്ച്. ഏറ്റവും സുന്ദരമായ ഒരു വിശദീകരണം വായിക്കാൻ കഴിഞ്ഞത്, അള്ളാഹുവിന് ഇഷ്ടമുള്ള എല്ലായിടത്തും നിങ്ങളുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തും നിങ്ങളില്ല. ഇതാണ് തഖ്വ എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള എല്ലായിടങ്ങളിലും നമ്മളുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മുടെ സാന്നിധ്യമില്ല. ഇതാണ് തഖ്വ. അത് നമുക്ക് വിലയിരുത്താൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ 24 മണിക്കൂർ വെച്ച് നമ്മുടെ ദിവസത്തെ പരിശോധിച്ച് നമ്മൾ വിലയിരുത്തുക. എന്റെ സമയങ്ങളിൽ എത്ര സമയം ഞാൻ റബ്ബിന് ഇഷ്ടമുള്ള മാർഗത്തിലുണ്ട്, എന്റെ സമയത്തിൽ എത്ര സമയം ഞാൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിലുണ്ട്. അതില്ലാത്തതിലുണ്ട് എങ്കിൽ നമ്മുടെ തഖ്വ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തെ ഏറ്റവും തഖ്വയുള്ള മനുഷ്യൻ. അള്ളാഹു റസൂൽ പറയുന്നുണ്ട്, അന അഅലമുകും ബില്ലാഹ്, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ ഞാനാണ്. വഅത്ഖാകും ലില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത കാണിക്കുന്നവരും ഞാനാണ്. ആ റസൂലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എനിക്ക് തഖ്വ പ്രദാനം ചെയ്യണേ എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൂന്നാമത്തെ കാര്യം തഖ്വയാണ്. നാലാമത്തത് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നതാണ്. നരകം വാങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങളിൽ ഒന്ന് നാവാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, റസൂലേ എന്താണ് രക്ഷാമാർഗം? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ നാവിനെ നീ എന്ത് ചെയ്യുക? നിയന്ത്രിക്കാമെന്നാണ്. നാവ് നിയന്ത്രിക്കാതെ സുഹൃത്തുക്കളെ നമുക്ക് രക്ഷ ഉണ്ടാവില്ല. കുറെ ഇബാദത്തുണ്ട്, കുറെ ഖുർആനോത്തുണ്ട്, കുറെ സ്വതക്കണ്ട്. പക്ഷേ നാവ് കൊണ്ടുണ്ടാകുന്ന ദുരന്തമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു അടിമ ഒരു വാക്ക് പറയും, ആ വാക്കിനെ അവനൊരു ഗൗരവം കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിച്ചത് സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ വാക്ക് കൊണ്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിപ്പെടുന്ന, അതിന് ഉദാഹരണം പറയുന്നുണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. ഒരു പക്ഷേ നമ്മളിലൊക്കെ പലപ്പോഴും വന്നു പോകാവുന്ന ഒരു വാക്കാണത്. നമ്മളൊരാളെ ക്ലാസ്സിന് വിളിക്കും, അയാൾ 2 തവണ വിളിച്ചു, അയാൾ വന്നില്ല. 3ാമത്തെ തവണയും വിളിച്ചു, അയാൾ വന്നില്ല. 4ാമത്തെ തവണ വിളിക്കാൻ വേണ്ടി നമ്മൾ പോവാൻ നിൽക്കുമ്പോ പറയും, ഓനൊന്നും വിളിക്കണ്ട, ഓൻ നന്നാവൂല. ഈ വാക്ക് മതിയാകും നമ്മൾ നരകത്ത് പോകാൻ. ഓനെ വിളിച്ചാലും വരില്ല, ഓ നന്നാവുന്ന ടീം ഒന്നും അല്ലാന്ന് നമ്മൾ പറഞ്ഞാൽ മതി. നമ്മളത് സീരിയസ് ആയി കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ
ആ ഒരു വാക്ക് മതിയാകുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീന്റെ ശറഹിൽ വായിക്കാൻ കഴിയും. ആ ഒരൊറ്റ വാക്ക് മതിയാകും നമ്മൾ നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ. കാരണം ഹിദായത്ത് നമ്മുടെ കയ്യിലല്ല, അത് പടച്ചോന്റെ കയ്യിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഓരോ വാക്കുകളെയും നമ്മൾ സ്ഫുടം ചെയ്യണം, കടഞ്ഞെടുക്കണം. ഒരിക്കലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്ല് കടിക്കാൻ, കല്ല് വായിൽ ഇങ്ങനെ ഇട്ടിട്ട് ചമച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ ഒരു അത്ഭുത കാഴ്ചയാണല്ലോ, ഒരാൾ കല്ലുകൾ ഇങ്ങനെ വായിലിട്ട് കടിച്ചിരിക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അബൂബക്കർ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ നാവിനെ പകം വലിച്ചാണ്, നാവിനെ ഞാനിങ്ങനെ പിടിച്ചു വെക്കാൻ. ഈ നാവാണ് മനുഷ്യരെ നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയാ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കും. സംസാരം മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് തനി നന്മയാണ്, ദിക്റുകൾ, ഖുർആൻ പാരായണം, അങ്ങനെയുള്ളതൊക്കെ. രണ്ടാമത്തത് തനി ഹറാമാണ്, വേണ്ടാത്ത സംസാരം, ഗീബത്ത്, പരദൂഷണം, ഇങ്ങനെയുള്ളതൊക്കെ ഹറാമാണ്. മൂന്നാമത്തത് എന്താണ്? അത് ഹലാലാണ്, അഥവാ അനുവദനീയമാണ്, പക്ഷേ അത് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. നമ്മൾ സംസാരിച്ചാൽ കാര്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം. വെറുതെ എല്ലാ വിഷയത്തിലും പോയി അഭിപ്രായം പറയാം, എല്ലാ വിഷയത്തിലും കയറി ഇടപെടാം, എല്ലാത്തിലും സംസാരിക്കാം, ആ ഒരു രീതി ഒരു മുഅ്മിനിന് ഉണ്ടാവണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ മൗനം പാലിക്കുന്നത് അവൻ രക്ഷപ്പെടും. അബൂ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, ഞങ്ങൾ നാവ് കൊണ്ട് നമ്മൾ പിടിക്കപ്പെടും, നാവ് കൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടും? റസൂല് പറയാണ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോകുന്നത് ഇല്ലാ ഹസാഇദ അൽസിനതിഹിം, അവരുടെ നാവ് കൊയ്തെടുത്തത് കൊണ്ടാണെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ നല്ലോണം കെട്ടിയിടണം. ഈ റമദാൻ എന്ന് പറഞ്ഞാല്, നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ഭയങ്കരമായ ഒരു പ്രാക്ടീസാണ് നമുക്ക് തന്നത്. നിന്നോട് ഒരാൾ നിന്നെ ചീത്ത വിളിച്ചാലും നിന്നോട് ശണ്ട കൂടാൻ വന്നാലും നീ പറയേണ്ടത് എന്താ? ഇന്നി സ്വാഹിം, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ നമ്മളെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ നാവിനെ നിയന്ത്രിക്കാൻ ഈ നോമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? പല ആളുകളും പറയുന്നത് നോമ്പൊന്ന് അറക്കട്ടെ, എനിക്ക് ചെണ്ടെന്നാണ്. നോമ്പറക്കട്ടെ, അതൊരു ജന്തുവാണെങ്കിൽ പറഞ്ഞു നോമ്പറക്കാൻ തരണ്ടെന്നാണ്. അപ്പൊ നോമ്പുകൊണ്ടൊരു കാര്യമില്ല. നോമ്പ് കൊണ്ട് നമ്മൾ പഠിക്കണം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, അതല്ലാണ്ട് നോമ്പറന്നിട്ട് ബാക്കി പറഞ്ഞുതരാന്നല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിനെ നിയന്ത്രിച്ചാൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടും. അഞ്ചാമത്തെ ഒരു കാര്യം, ഫിത്നകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ്. പലതരം ഫിത്നകൾ നാട്ടിൽ ഉണ്ടാവും. സ്ത്രീ ഫിത്നയാണ്, സമ്പത്ത് ഫിത്നയാണ്, അങ്ങനെ പലതും ഫിത്നയുണ്ട്. ഫിത്നകൾ ധാരാളമുണ്ട്. ആ ഫിത്നകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റിയാൽ ഇന്ന സഈദ ലിമൻ ജുന്നിബൽ ഫിത്ൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരാണോ ഫിത്നകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ അവൻ സഈദാണ്, സൗഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് റസൂൽ പറയുന്നുണ്ട് ചില ഹദീസുകളിൽ, വീട്ടിൽ ഇരുന്നാലും വേണ്ടില്ല ഫിത്നക്ക് പോകരുതെന്നാണ്. വീട്ടിൽ അവന്റെ വീട്ടിൽ പോയിരുന്നാലും കുഴപ്പമില്ല, ഫിത്നകളിലേക്ക് ഇറങ്ങാൻ നിൽക്കരുത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഫിത്നകളിൽ നിന്ന് പരമാവധി നിൽക്കുക. ഫിത്ന ഉണ്ടാകുമ്പോൾ എന്താ വേണ്ടത്? അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ രാത്രി ഞെട്ടി ഉണർന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എത്ര വലിയ ഫിത്നകളാണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ആരാണ് എന്റെ ഭാര്യമാരെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫിത്ന ഉണ്ടാകുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമുക്ക് ചെയ്യാനുള്ളത് നിസ്കാരമാണ്, ഇബാദത്തുകളാണ്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്നകളിൽ നിന്ന് വിട്ടു നിന്നാൽ നമ്മുടെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ആത്മാർത്ഥമായ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ജനങ്ങളിൽ ഏറ്റവും അശക്തൻ, ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ ആരാണ്? പ്രാർത്ഥിക്കാൻ പറ്റാത്തവൻ. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇത്ര റമദാനിന്റെ 22 ദിവസമായി നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചു? നമ്മൾ സ്വയം ചോദിച്ചു നോക്കി, എത്ര സുജൂദിൽ ദീർഘമായി കടന്ന് നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമുക്കൊക്കെ ആവശ്യങ്ങളില്ലേ?
നമുക്കൊക്കെ ആവശ്യങ്ങളുണ്ട്. ഒരു മുതലാളി വന്നിട്ട് നമ്മളോട്, അല്ല, ഒരു കോടിപതിയായ ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ള പ്രശ്നം ഇല്ലാത്തതൊക്കെ എടുത്തു പറയുമ്പോൾ, പക്ഷെ അതേ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ആ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് എത്ര പറ്റിയിട്ടുണ്ട്. പലപ്പോഴും ഇൽഹാ ചെയ്ത്, അഥവാ വളരെ താഴ്മയോടെ ആവർത്തിച്ച് ചോദിക്കുക, അത് പലപ്പോഴും അള്ളാഹുവിനോടാണ് വേണ്ടത്. പക്ഷെ മനുഷ്യന്മാരിൽ പലരും അത് ഈ മുതലാളിമാരോടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിക്കാം. അള്ളാഹിനോട് പ്രാർത്ഥിച്ച അള്ളാഹ് രക്ഷപ്പെടുത്തും, ഒരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു അംബിയാഇന്റെ 87-88 ആയത്തിൽ ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബിയെ കുറിച്ച് പറഞ്ഞത് 3 ഇരുട്ടറകൾക്കുള്ളിലാണ്. അല്ലെ, നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയ ഒരു മലപ്പാമ്പ് എന്തെങ്കിലും വിഴുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, അല്ലെ? ഒരു പാമ്പ് അവിടെ എന്തെങ്കിലും വിഴുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വയറ് നോക്കിയാൽ എന്തോ വിഴുങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മുടെ വീട്ടിലൊരു കിണറിന്റെ ഉള്ളിൽ ഒരു പാമ്പ് വല്ലതും വിഴുങ്ങി കിടന്ന് നമ്മൾ അറിയും? ഒരിക്കലും അറിയില്ല. ഇത് പ്രിയമുള്ളവരെ, സമുദ്രത്തിന്റെ ആഴിയിൽ, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടിൽ, അല്ലെ, ആരറിയാനാ? കപ്പലിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അറിയോ? കരയിലുള്ള ആളുകൾ അറിയോ? ഒരാളും അറിയില്ല. ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഒരു മനുഷ്യരുണ്ട് എന്ന് അറിയുന്നവൻ ലോകത്തിന്റെ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് യൂനുസ് നബി അലൈഹിസ്സലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. അല്ലാഹ് രക്ഷപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരത്തേക്ക് അടുപ്പിച്ച് രക്ഷപ്പെടുത്തുകയും യൂനുസ് നബിക്കായി ഒരു പ്രത്യേക പച്ചക്കറി നിർമ്മിക്കുകയും ആ പച്ചക്കറി കൊണ്ട് കഴിച്ച്, ആ വിഭവങ്ങൾ കഴിച്ച് അദ്ദേഹത്തിന്റെ തൊലിയും ശരീരവും പഴയ രീതിയിലേക്ക് പുഷ്ടിക്കുകയും ചെയ്തു എന്നാണ്. അതാണ് റബ്ബ്. ഫസ്തജബ്നാ ലഹു, യൂനുസിന് നാം ഉത്തരം കൊടുത്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അല്ലാഹു പറയാൻ, അപ്രകാരം വിശ്വാസികളെ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട. നമ്മള് വിശ്വാസിയുടെ നാവുന്ന് വരാൻ പറ്റാത്തൊരു വാക്കാണ് ലോക്കായി. ലോക്കായി പറയുന്നു, അത് പറയണ്ട. നമ്മൾ ലോക്കാവൂല. ചരിത്രത്തിൽ ഏറ്റവും വലിയ ലോക്കായ സീനുകൾ നമ്മൾ നോക്കി. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നു. ആയുധ സജ്ജരായ ഫറോവയുടെ ടീം പുറകിൽ നിൽക്കുന്നു. ലോക്കായി എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞു. തൗർ ഗുഹക്കുള്ളിൽ കഴിയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോക്കായി എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനയാണ് നമ്മളെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഏഴാമത്തെ ഒരു കാര്യം ഇസ്തിഗ്ഫാറാണ്, പശ്ചാത്താപം. ഒരാള്, മഹാനായ ഒരു പണ്ഡിതൻ ഉപമിക്കുന്നുണ്ട് ഇസ്തിഗ്ഫാറിനെ. ഒരാളൊരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ച് അതിന്റെ ആ വിഷം ഇങ്ങനെ കയറിക്കുക. അയാളുടെ ഇടത്തെ കയ്യിൽ ഈ പാമ്പിന്റെ വിഷത്തെ കളയാനുള്ള മരുന്നുണ്ട്. പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്നില്ല? ഈ മരുന്ന് കുടിക്കുന്നില്ല. അയാളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ഒരാളൊരു പാമ്പ് കടിച്ചു, ആ പാമ്പിന്റെ വിഷം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇടത്തെ കയ്യിൽ എന്തുണ്ട്? ഇപ്പുറത്തെ കയ്യില് ഈ പാമ്പിന്റെ വിഷം മാറാനുള്ള മരുന്നുണ്ട്. ഇത് അദ്ദേഹം കുടിക്കുന്നില്ല. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ആളുടെ അവസ്ഥ. സഹോദരങ്ങളെ, നമ്മൾ ഇസ്തിഗ്ഫാർ കിട്ടാതെ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിയാൽ നമ്മൾ പരാജയപ്പെടും, ഒരു സംശയവുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം പാപം പുറത്തു കിട്ടാതെ പരലോകത്തെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളോട് അക്രമം ചെയ്തിരിക്കുന്നു. ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, അല്ലാഹുവേ, നീ ഞങ്ങളോട് കാരുണ്യം ചൊരിഞ്ഞിട്ടില്ല എങ്കിൽ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തന്നിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരായി പോകുന്ന. അപ്പൊ പരാജയം എന്ന് പറഞ്ഞാൽ എന്താ? പാപം പൊറുക്കാണ്ട് പരലോകത്തെത്താൻ. എന്താണ് പരാജയം? റമദാന് നമുക്ക് വിജയിക്കാനുള്ള സമയമാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. 3 ചാൻസ്. റമദാനിലെ തറാവീഹ് നിസ്കരിക്കുന്ന ആള്, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ നിസ്കാരം, റമദാനിനെ നോമ്പ് നോറ്റ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടുന്നതാണ്. സഹോദരങ്ങളെ, പുറത്തു കിട്ടാത്ത അവസ്ഥയിൽ പരലോകത്തെത്തിയ പരാജയമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സമാനമായി പറയുന്നുണ്ട്. നൂഹ് നബിയുടെ മകന് വേണ്ടി നൂഹ് നബി രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അള്ളാഹ് പറഞ്ഞു അവൻ കാഫിറാണ്, കാഫിറിന് വേണ്ടി പ്രാർത്ഥന പാടില്ല. നൂഹ് നബി അള്ളാഹുവിനോട് തെറ്റിനെ പുറത്തു തരാൻ പറയുന്നു. നൂഹ് നബി അള്ളാഹുവോട് പറയാം, പടച്ചോനെ നീ എനിക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നീ എന്നോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ അക്കും മിനൽ ഖാസിരീൻ, ഞാൻ പരാജിതനായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോ പരാജയം എന്ന് പറഞ്ഞാല് പാപം പൊറുക്കപ്പെടാത്ത അവസ്ഥയിൽ പരലോകത്തെത്തുക എന്നുള്ള. അതുകൊണ്ട് നമ്മൾ ആ അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. രക്ഷ എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്തിഗ്ഫാറിന് നേരെ വിപരീതമാണ് ഇസ്റാർ. തെറ്റിൽ തന്നെ നിലനിൽക്കുക, ആ തെറ്റ് അങ്ങനെ പതിവായി കൊണ്ടെടുക്കുക, അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് തെറ്റുകളിൽ നിന്ന് മോചനമാണ് വേണ്ടത്. അതിൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യണം. സഹോദരങ്ങളെ, 8ാമത്തെ കാര്യം വേഗത്തിൽ പറഞ്ഞു പോകാം. 8ാമത്തെ വിഷയം ഉജ്ബുൻ നഫ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാല് ഞാൻ എന്തോ ആണ്, ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാല് നമ്മുടെ എല്ലാം നഷ്ടപ്പെടാൻ അത് മതിയാവും. നമ്മൾ എന്തായാലും നമ്മൾ എത്ര ചെയ്താലും നമ്മളെ എടുക്കത്തില്ല, ഒരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ജയിച്ച അന്ന് മുതൽ സുജൂദ് കടന്ന് മരിക്കണവരെ സുജൂദ് കടന്നാലും പരലോകത്ത് പോയാൽ അതൊന്നും ആവൂല. പിന്നെ ഈ 10 ദിവസം എത്തിക്കാത്തിരുന്നാൽ എന്തെങ്കിലും ആയോ? ഈ 30 ദിവസത്തെ നോക്കൊണ്ട് എന്തെങ്കിലും ആവും? അപ്പൊ നമ്മൾ അവര് ചെയ്യാം, പക്ഷെ ചെയ്തതിന്റെ പേര് നമുക്കൊരു നമ്മൾ എന്തൊക്കെയോ ആയിട്ടുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവരുത്. നമ്മൾ അങ്ങനെ ഒരു അഹങ്കാരം, അതല്ലെങ്കിൽ ഒരു അഹംഭാവം, ഒരു ആത്മപ്രശംസ അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് മഹാന്മാരെ പണ്ഡിതന്മാര് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളിൽ ആരും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്ത് കയറൂല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടേ നമ്മൾ എല്ലാവരും സ്വർഗത്ത് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും, അള്ളാഹിന്റെ റസൂല് പോലും സ്വർഗത്ത് കയറണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ പൊതിയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വിനയാന്വിതരാവുക, നമ്മൾ പേടിക്കുക. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത്, നിസ്കരിക്കാനുള്ള നിസ്കാരവും, കൊടുക്കാനുള്ള സ്വതക്കയും, പാരായണം ചെയ്യാനുള്ള ഖുർആൻ പാരായണവും, അങ്ങനെ നോറ്റുവീട്ടാനുള്ള നോമ്പുകളും, കൊടുത്തുവീട്ടാനുള്ള സക്കാത്തുകളും, എല്ലാ നന്മകളും ചെയ്തിട്ട് മനസ്സിങ്ങനെ പിടക്കുക. അതാണ് വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹുവേ, ഇത് സ്വീകരിക്കോ ഇല്ലേ എന്നൊരു പേടി അത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അമൽ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അമൽ സ്വീകരിക്കോ എന്നുള്ള ഈമാൻ ഉണ്ടാകാൻ കുറച്ച് പ്രയാസമാണ്. അമൽ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ പിന്നെ ഈ അമൽ സ്വീകരിച്ചിട്ടുണ്ടോ റബ്ബേ ഒരു ഈമാൻ അതുണ്ടാവുക എന്നുള്ളത് കുറച്ച് പണിയാണെന്നുള്ള. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, 9ാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലുണ്ടാവും. ഞാൻ അള്ളാഹിന്റെ അടുത്ത് ചെല്ലും, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ വിലയിരുത്തും. എന്റെ ഓരോ നിമിഷങ്ങളും, എന്റെ ഓരോ ചലനങ്ങളും, എന്റെ ഓരോ നോട്ടങ്ങളും അള്ളാഹു വിലയിരുത്തും. ഇത് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ടാണ് വലത് കയ്യിൽ ഗ്രന്ഥം വാങ്ങിയ മനുഷ്യൻ പറഞ്ഞ എന്താ, വായിച്ചോളി, എന്തേ പ്രശ്നം? എന്തുകൊണ്ടാണ് എനിക്ക് വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയത്? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുമായിട്ട് ഞാനൊരു കൂടിക്കാഴ്ച നടത്താനുണ്ട്, എന്റെ ജീവിതത്തെ ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും, എന്ത് നോക്കുകയാണെങ്കിലും, എന്ത് എഴുതുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വേഗം വരേണ്ട ഒരു ചിന്ത എന്താ? ഇത് റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്നതാണ്, എന്നാ രക്ഷപ്പെടാൻ പറ്റും. 10ാമത്തതും അവസാനത്തതും സഹോദരങ്ങളെ പ്രബോധനമാണ്. ദഅവത്ത് ചെയ്യുക, എങ്കിൽ രക്ഷപ്പെടാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ ഔ ലയൂശികന്ന അല്ലാഹു യബ്അസ അലൈക്കും അദാബൻ മിൻ ഇൻദിഹി ثم لتدعنه
ഫലയുസ്തജാബു ലഹും. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവരും. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷെ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവത്ത് ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷയാണ്. ബനൂ ഇസ്രാഈലിൽ ദഅവത്ത് ചെയ്യാത്ത ആളുകളെ അള്ളാഹു ശിക്ഷിച്ചു. എന്നാൽ അൻജൈനൽ ലദീന യൻഹൗന അനിസ്സൂ, തിന്മകളെ എതിർത്ത ആളുകളെ അൻജൈന, നാം രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രബോധനം ചെയ്യുന്നവരായി മാറുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അപ്പോഴേ ദഅവത്ത് കംപ്ലീറ്റ് ആവുള്ളൂ. മനസ്സിലായോ? മഹാനായ ശൈഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, നന്മ കൽപ്പിക്കാൻ സിമ്പിളാണ്, പക്ഷെ തിന്മ വിരോധിക്കാൻ പണിയാണ്. നന്മ പറയുന്ന ആളുകൾ ധാരാളം ഉണ്ടാവും, അപ്പൊ അവർക്ക് ഭയങ്കര സ്വീകാര്യതയായിരിക്കും. പക്ഷെ തിന്മ വിരോധിക്കുന്ന ആളുകൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. മ്യൂസിക് വേണ്ട എന്ന് പറയുമ്പോൾ പറ്റൂല. സദാചാര പ്രവർത്തനങ്ങൾ അത് നടന്നോട്ടെ, ധർമ്മ പ്രവർത്തനങ്ങൾ നടക്കട്ടെ, പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമാണ്, നന്മ കൽപ്പിക്കലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ സംഗീതത്തെ എതിർത്തു, അതേപോലെ തന്നെ നൈറ്റ് ലൈഫിനെ എതിർത്തു, ഷിർക്കിനെ എതിർത്തു, ബിദഅത്തിനെ എതിർത്തു, നബിദിനത്തെ എതിർത്തു. ഇങ്ങനെ എതിർക്കുമ്പോഴോ തിന്മകളെ വിരോധിക്കുമ്പോഴോ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ദഅവത്ത് കംപ്ലീറ്റ് ആവുന്നത് അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും ഉണ്ടാവണം. നന്മ കൽപ്പിക്കുകയും വേണം, തിന്മ വിരോധിക്കുകയും വേണം. അതുകൊണ്ട് ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പരലോകത്ത് വിജയിക്കാം എന്നാണ് മഹാന്മാരെ, പണ്ഡിതന്മാരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്തും നമ്മളെ തിരിച്ചു വിളിക്കും. ആ തിരിച്ചു വിളിക്കുമ്പോൾ സന്തോഷത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല മടക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ശേഷിക്കുന്ന റമദാനിലെ ദിവസങ്ങൾ ആഫിയത്തോടു കൂടി നന്മകൾ കൊണ്ട് നിറക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഈ അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ നോമ്പുകൾ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതെങ്കിലും വീഴ്ചകൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും നമ്മൾക്ക് ആർക്കും പൂർണ്ണത നേടാൻ കഴിയില്ല. അപാകതകൾ നമ്മളിലൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുറവുകളൊക്കെ പരിഹരിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മൂടി റഹ്മാനായ റബ്ബ് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين والسلام عليكم ورحمة الله.